Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ WWDC 2023 അവസാനത്തെ അതായത് ഫൈനൽ ലീക്കിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും എനിക്കറിയാം ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആണെന്ന്, പക്ഷേ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഈ ഒരു ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം. അതിൽ ഒന്ന് സോഫ്റ്റ്വെയറും രണ്ട് ഹാർഡ്വെയറുമാണ്. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മുടെ ഈ മെയിനായിട്ടും ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലേയും കൂടെ എനേബിൾ ചെയ്യേണ്ടതാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ആദ്യത്തെ കാര്യം സോഫ്റ്റ്വെയർ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കുറേയധികം ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. അതിൽ iOS ഉണ്ട്, WatchOS ഉണ്ട്, macOS, tvOS, HomePodOS എന്നീ പറഞ്ഞ കുറേയധികം OSകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് iOSലും iPadOSലും WatchOSലുമാണ്. കാരണം ബാക്കി OSകൾ നമ്മൾ എന്തുകൊണ്ടാണ് ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ അതിന് കൂടുതൽ ആൾക്കാരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടല്ല, നമുക്ക് അതിനെപ്പറ്റിയുള്ള ലീക്സുകൾ കുറച്ചധികം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ഫോക്കസ് ചെയ്യാത്തത്. ഇപ്പോൾ കിട്ടിയ ലീക്സിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് iOSനെ പറ്റിയാണ്. iOS ദ ഹാർട്ട് ഓഫ് ഐഫോൺ. അതെ, ഇത്രയും നാളുകൾ കൊണ്ട് നമ്മുടെ iOSൽ വന്ന ചേഞ്ചുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. iOS 7 ഒരു ഫുൾ റീമാപ്പിംഗ് അല്ലെങ്കിൽ ഫുൾ അഴിച്ചുപണി നടക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ ഫണ്ടമെൻ്റലായ കുറേയധികം ചേഞ്ചുകൾ ആപ്പിൾ കൊണ്ടുവരാൻ ശ്രമിക്കാൻ പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ, കൺട്രോൾ സെൻറ്റർ എന്നീ പറഞ്ഞ കാര്യങ്ങളിലായിരിക്കും. ഒരു യൂസർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ മൂന്ന് സ്ഥലങ്ങൾ: ലോക്ക് സ്ക്രീൻ, ഹോം സ്ക്രീൻ, കൺട്രോൾ സെൻറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററും. ഈ പറഞ്ഞ നാല് കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിൽ എത്ര വട്ടം യൂസ് ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ കണക്കെടുക്കാൻ പറ്റാത്തത്രയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു കംപ്ലീറ്റ് റീഡിസൈനിങ് അല്ലെങ്കിൽ അതിലൊരു പൊളിച്ചു പണി ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ ആക്സസിബിലിറ്റിയിലും നല്ല ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ ആക്സസിബിലിറ്റിയുടെ കുറേയധികം ലീക്കുകൾ iOS 17 റിലീസ് ചെയ്യുന്ന മുമ്പ് തന്നെ ആപ്പിൾ പ്രസ് റിലീസായിട്ട് കൊണ്ടുവന്നായിരുന്നു. ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ആക്സസിബിലിറ്റീസ് എന്തിനാണ് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബ്ലൈൻഡ് ആയ ഒരാൾക്ക് അല്ലെങ്കിൽ ഡെഫ് ആയ ഒരാൾക്ക് എന്നീ പറഞ്ഞ വ്യക്തികൾക്കും ആപ്പിൾ ഡിവൈസ് കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെയും കുറച്ച് ഇംപ്രവൈസേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആപ്പിൾ ആക്സസിബിലിറ്റിക്ക് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറയിൽ ഒരു ഡോർ സ്കാൻ ചെയ്യുകയാണെങ്കിൽ അത് ഡോറാണ്, അത് ഏത് സൈഡിലേക്കുള്ള ഡോറാണ്, ആ ഡോറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു സുഹൃത്തിന് കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേയധികം ഫീച്ചേഴ്സ് നമ്മുടെ ഐഫോണിൽ ഇപ്പോഴും എക്സിസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിലും കുറച്ചധികം ബെറ്റർ ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് എന്തുമാത്രം ബെനിഫിഷ്യൽ ആയിക്കുന്ന നമുക്കൊന്ന് ചിന്തിച്ചറിയാം. നമുക്ക് തന്നെ ഈ പറഞ്ഞ ഡിവൈസുകൾ പല സമയത്ത് പല രീതിയിലാണ് ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് നമുക്ക് വരുന്ന കാര്യമാണ് ഇൻട്രാക്റ്റീവ് വിജറ്റ്സ് എന്ന് പറയുന്നത്. യെസ്, നമുക്കറിയാം iOS 14 മുതൽ നമുക്ക് വിജറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ iOS 15, 16 ഒക്കെ വന്നപ്പോഴും വിജറ്റ്സിൻ്റെ ആ ഒരു യൂസേജ് നമുക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ഈസ് ദാറ്റ് ഇൻട്രാക്റ്റീവ്? നോ, നമുക്കത് ഇൻട്രാക്റ്റീവായിട്ട് ഇത്ര നാളായിട്ട് ഫീൽ ചെയ്യാറില്ല. കാരണം നമ്മുടെ മ്യൂസിക് ആപ്ലിക്കേഷനിൽ പോലും ആ ഒരു മ്യൂസിക്കിൻ്റെ സ്ക്രബിളിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റമോ നമുക്ക് വിജറ്റിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇൻട്രാക്റ്റീവ് വിജറ്റ്സും നമ്മുടെ എല്ലാ യൂസേഴ്സും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. iOS 17 നമുക്കൊരു ജേണൽ ആപ്പ് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ജേണൽ ആപ്പ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസും നമ്മുടെ ഡെയിലി ഡ്യൂട്ടീസും നമ്മൾ പകർത്തുന്ന ഒരു ഡയറി പോലെയാണ് ഈ ജേണൽ. എന്തുകൊണ്ട് ഈ ജേണൽ എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് മൊബൈൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്, അല്ലേ? രാവിലെ തുടങ്ങുന്നത് തൊട്ട് രാത്രി അവസാനിക്കുന്നത് വരെ നമ്മളെല്ലാ കാര്യവും മൊബൈൽ അല്ലെങ്കിൽ
ഒരു വേറൊരു വ്യക്തിയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ബാക്ക് ടു നോർമൽ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്താൻ, നമ്മുടെ ഗോൾസ് ചെയ്താൻ, നമ്മുടെ പല കാര്യങ്ങളും എഴുതി സെറ്റ് ചെയ്യാൻ എന്നീ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫിൽ പഴയ പോലെ എഴുതി കുറിച്ച് നമ്മൾ ഓർത്തെടുത്ത് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി പിന്നെയും കൂട്ടാനായിട്ട് നമുക്ക് ഈ ഒരു ജേർണൽ ഹെൽപ്പ് ചെയ്യും. അതും ആപ്പിൾ iOS 17 കൊണ്ടുവരുമെന്ന് പറഞ്ഞേക്കുന്നുണ്ട്. പിന്നീട് വരുന്ന ഒരു ഓപ്ഷനാണ് സൈഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. സൈഡ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ EU അതായത് യൂറോപ്യൻ യൂണിയൻ്റെ അതിപ്രസരം കാരണം ആപ്പിൾ ചെയ്യാൻ പോരുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം iPhone 15 C ടൈപ്പ് വരാൻ പോകുന്നത് എന്തുകൊണ്ട്? യൂറോപ്യൻ യൂണിയൻ്റെ ആ ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് പുഷ് കാരണം. അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ പറയുകയാണ് ഐഫോണിലും നമ്മുടെ ആൻഡ്രോയിഡ് കാണിക്കുന്ന പോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ബ്രൗസറിൽ കൂടെ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ APK ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആ സെയിം ഫീച്ചർ ഐഫോണിൽ കൊണ്ടുവരണം എന്നാണ് യൂറോപ്യൻ യൂണിയൻ്റെ ആ ഒരു ആവശ്യം. പക്ഷേ പേഴ്സണലി ഞാനൊരു ആ ഒരു നിഗമനത്തിൽ ഞാൻ ചേരുന്നില്ല. ഐഫോൺ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലോസ്ഡ് എക്കോണമി ആണെങ്കിലും പ്ലോട്ട്വെയറോ കാര്യങ്ങളോ ഇല്ല എന്നുള്ള വിശ്വാസമാണ് ഒരു ഐഫോൺ യൂസറിനെ ഏറ്റവും കൂടുതൽ ഐഫോണിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാരണം. അതുകൊണ്ട് തന്നെ സൈഡ് ലോഡിങ് എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. പക്ഷേ കുറേയധികം കൂട്ടുകാർ ആ ഒരു ഓപ്ഷൻ വേണമെന്ന് പറയുന്നുണ്ട്. മേ ബി പറഞ്ഞേക്കുന്നത് യൂറോപ്യൻ സൈഡിൽ മാത്രമായിരിക്കും ആപ്പിൾ ആ ഒരു സൈഡ് ലോഡിങ് ഓപ്ഷൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് ചോദിക്കും അത് ഒരു ഓപ്ഷനാണോ, അങ്ങനെ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, പോസിബിൾ ആണ്. കാരണം ആപ്പിൾ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ കൺട്രി ഇന്ത്യയിൽ ലഭിക്കില്ല. പക്ഷേ നമ്മുടെ ആ ലൊക്കേഷൻ മാറ്റി USA ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ ന്യൂസ് ലഭിക്കുന്നതാണ്. അത് എന്തുകൊണ്ടാണ് പോസിബിൾ ആകുന്നത്? ആ ഒരു സ്ഥലത്ത് മാത്രമാണ് ആപ്പിൾ ന്യൂസ് ആപ്പിൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ യൂറോപ്യൻ യൂണിയനിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ കൺട്രോൾ ചെയ്യുന്ന സ്ഥലങ്ങൾക്ക് മാത്രമായിരിക്കും സൈഡ് ലോഡിംഗ് എന്ന ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതും ഈ പറഞ്ഞ iOS 17 വരാൻ പോകുന്ന മാറ്റമാണ് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. പിന്നീട് പ്രൈവസിയുടെ കാര്യം നമുക്കറിയാം. ഓരോ വട്ടവും iCloudൻ്റെയും അതേപോലെ മെയിലിൻ്റെയും എല്ലാ പുതിയ കാര്യങ്ങളുടെയും പ്രൈവസി ആപ്പിൾ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊല്ലവും നമുക്ക് സെക്യൂരിറ്റി ത്രെറ്റിങ്ങും അതേപോലെ സൈബർ ബുള്ളിങ്ങിനും പല കാര്യങ്ങളിൽ നിന്നും നമ്മൾ യൂസേഴ്സിന് രക്ഷിക്കാൻ വേണ്ടി ആപ്പിൾ സെക്യൂരിറ്റിയും പ്രൈവസിയും ഇംപ്രൂവ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ അടുത്തൊരു OS ആണ് WatchOS എന്ന് പറയുന്നത്. WatchOSൽ ഒരു കംപ്ലീറ്റ് റീഡിസൈനിങ് നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കൊല്ലമായിട്ടുള്ള ആപ്പിളിൻ്റെ ആ ഒരു WatchOS നിന്നും നമ്മൾ കാണാത്ത അല്ലെങ്കിൽ നമ്മൾ യൂസേഴ്സ് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്ന ഒരു OS ആയിരിക്കും WatchOS എന്ന് പറയുന്നത്. ഈ ഒരു WatchOSൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കസ്റ്റമൈസബിൾ റിംഗ് ടോൺ എന്ന് പറയുന്നത്. ഇപ്പോൾ സെല്ലുലർ ഉണ്ട്, GPS ഓൺലി ഉണ്ട്. ഈ രണ്ട് വാച്ചിലും നമുക്ക് ആകെ ഒരു ടൂൺ വീതമാണ് ആപ്പിൾ വാച്ചിൽ ലഭിക്കുന്നത് അല്ലേ? ഇപ്പോൾ ഓരോ ആപ്പിൾ വാച്ച് യൂസേഴ്സും അവരുടെ വാച്ച് ഉപയോഗിച്ചായിരിക്കും മെയിൻലി കോളുകളും കാര്യങ്ങളും ചെയ്യുന്നത്. ഈ കോളുകളും കാര്യങ്ങളും ചെയ്യാൻ നേരം ആ ഒരു ടൂൺ കേട്ടിട്ട് നമുക്ക് ഒരാളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ഓരോ കോണ്ടാക്റ്റിനും നമുക്ക് കസ്റ്റമൈസബിൾ റിംഗ് ടൂൺ സെറ്റ് ചെയ്യാൻ പറ്റിയാൽ ആപ്പിൾ ഐഫോൺ കൊടുക്കുന്ന പോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ആയ കുറച്ച് സെലക്റ്റീവായ ടൂൺസ് മതി. ഒരു 5-6 ടൂൺ മതി. നമ്മുടെ ഫാദറിന്, മദറിന്, നമ്മുടെ സിബ്ലിങ്സിന് ഓരോ ടൂൺ ഇടുകയാണെങ്കിൽ, നമ്മുടെ ഗേൾ ഫ്രണ്ടിനൊക്കെ ഓരോ ടൂൺ ഇടുകയാണെങ്കിൽ നമ്മൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് കോളാണ് അല്ല എന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇവൻ തോ നമ്മുടെ വാച്ച് ഉപയോഗിക്കാതെ നോക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതും എനിക്ക് ആഗ്രഹമുള്ള WatchOSൽ വേണ്ട ഒരു ഫീച്ചറാണ്. അടുത്തത് നമ്മുടെ iPadOS നമുക്കറിയാവുന്ന പോലെ iPadOS എന്ന് പറഞ്ഞാൽ iOS നിന്നും macOS നിന്നും കുറച്ച് കാര്യങ്ങൾ എടുക്കാറുണ്ട്. നമുക്കറിയാം macOSൻ്റെ സ്റ്റേജ് മാനേജർ iPadOSലുണ്ട്. അതേപോലെ വിജറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഐഫോണിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ iPadലും. അതുകൊണ്ട് തന്നെ iPadൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു സിങ്കിങ് നമ്മുടെ iPadOSൽ വരും. പക്ഷേ ഇത്രയും നാളായിട്ട് iPadൽ വരാത്തൊരു ഓപ്ഷനാണ് ഇൻട്രാക്റ്റീവ് ലോക്ക് സ്ക്രീൻ എന്ന് പറയുന്നത്. ഇപ്പോഴും സിമ്പിളായിട്ടുള്ള ഒരു ലോക്ക് സ്ക്രീനാണ് നമ്മുടെ ഈ പറയുന്ന iPadOSലുള്ളത്. അപ്പോൾ അതിലും ഒരു അഴിച്ചുപണി ആപ്പിൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ ഹാർഡ്വെയർ ഭാഗം വരുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ആപ്പിളിൻ്റെ ഏറ്റവും വലിയ ഇവൻ്റ് ആയിരിക്കും ഈ വരാൻ പോകുന്ന WWDC23 എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഒരു ഇവൻ്റ് മിനിമം 2 മണിക്കൂറോ അതിനു മേലെയോ പോവാൻ ചാൻസ് ഉണ്ട്. അതിനും ഒരു തെളിവുണ്ട്. കാരണം
നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇവൻറ്റിൻ്റെ ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇവൻറ്റിൻ്റെ ടൈമാണ്. ജൂൺ 5 രാത്രി 10:30 മുതൽ ജൂൺ 6 12 വരെ നമുക്ക് ഈ ഒരു ഇവൻറ്റ് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 2 മണിക്കൂറോ അതിനു മേലെയോ നമ്മുടെ ഈ ഒരു ഇവൻറ്റും വരാൻ ചാൻസ് ഉണ്ട്. വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ഇവൻറ്റ് ഇൻ ആപ്പിൾ ഹിസ്റ്ററി എന്നാണ് പല റൂമേഴ്സും ഇപ്പോഴും പറയുന്നത്. ഹാർഡ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഇതിനെ ബേസ് ചെയ്ത് ഒരു സ്റ്റിക്കർ ഡീകോഡിങ് ചെയ്തായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം. കാരണം അതിൽ കുറേയധികം ലീക്സ്, അതിൽ ഒളിച്ചിരിക്കുന്ന ലീക്സ് ആപ്പിൾ തന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്കായിട്ട് ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താലും മതി, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നമുക്ക് മാക്കിൽ കുറച്ചധികം വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത് മാക്കിൻ്റെ അല്ലെങ്കിൽ മാക്ബുക്കിൻ്റെ ഒരു 15 ഇഞ്ചിൻ്റെ എയർ വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. അതേപോലെ ഒരു മാക് പ്രോ, ഇത്രയും കൊല്ലമായിട്ടും ഇന്റലിൽ നിന്ന് മാറാത്ത ഒരു ഡിവൈസാണ് മാക് പ്രോ എന്ന് പറഞ്ഞാൽ. ആ ഒരു ഡിവൈസും നമ്മുടെ ആപ്പിൾ സിലിക്കൺ ലൈനപ്പിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയാണ് വൺ ഓഫ് ദ മെയിൻ സ്റ്റാർ ഓഫ് ദ ഇവൻറ്റ്, ആപ്പിൾ AR/VR ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ $3000 ആയിരിക്കും ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈസ് ടാഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇത്രമാത്രം പ്രൈസ് എന്ന് ചോദിച്ചാൽ, ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നത് 5000 നിറ്റ്സിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ഉള്ള സ്ക്രീനും 4K ഡിസ്പ്ലേയും ഹെവി ആയിട്ടുള്ള നല്ല മൈക്രോഫോൺസും അങ്ങനെ കുറച്ചധികം ജാം പാക്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കും ഈ പറഞ്ഞ ആപ്പിളിൻ്റെ AR/VR ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. എങ്ങനെ എനിക്ക് AR/VR ഹെഡ്സെറ്റ് ഉണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നു എന്നല്ലേ നിങ്ങൾ കരുതുന്നത്? അതിനൊരു ലീക്ക് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ജാർവസ് ബെക്ക് എന്ന് പറഞ്ഞ വ്യക്തി അയാളുടെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത ഒരു ട്വീറ്റാണ് ഈ കാണുന്നത്. ഈ ഒരു ട്വിറ്ററിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു വേർഡിങ് സൈഡിലായിട്ട് ഒരു ഗ്ലാസിൻ്റെ ചിഹ്നം, അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഇമോജി എന്ന് പറയുന്നത്. ഈ ഒരു ഇമോജി വേറെ ഒന്നുമല്ല റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ AR/VR ഹെഡ്സെറ്റാണ്. അപ്പോൾ ചോദിക്കും, ഈ ജാർവസ് ബെക്ക് ആരാണ്? ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ AR/VR ഹെഡ്സെറ്റുകൾക്ക് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഗെയിംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ കമ്പനിയാണ് ഈ പറയുന്ന ജാർവിസ് ബെക്കിൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ആപ്പിൾ AR/VR ഹെഡ്സെറ്റ് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് അടുത്ത ലീക്ക് പറയാം. ആപ്പിൾ ഒഫീഷ്യലി ട്വീറ്റ് ചെയ്ത ഒരു ട്വീറ്റാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എ ന്യൂ എറ ബിഗിൻസ് എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകാം ഒരു പുതിയ എറയാണ് ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ലോകം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു തുടക്കം. ഇനിയും ഒരു ലീക്കും കൂടെ ഞാൻ തരുന്നെങ്കിൽ, ആപ്പിളിൻ്റെ ഡെവലപ്പർ വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കിയാൽ കാണാൻ പറ്റും കോഡ് ന്യൂ വേൾഡ് എന്ന് കാണാൻ പറ്റും. കോഡ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞാൽ ആപ്പിളിലെ കുറേയധികം കോഡിങ്ങിനുള്ള കാര്യമായിരിക്കും പറയുന്നത്, നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ അങ്ങനെയല്ല, ആപ്പിളിൻ്റെ AR/VR ഹെഡ്സെറ്റിന് വേണ്ടിയുള്ള പുതിയ കോഡിംഗ് ആണ് ഈ പറഞ്ഞ കോഡ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ XROS അല്ലെങ്കിൽ റിയാലിറ്റി OS എന്ന പേരിലായിരിക്കും നമ്മുടെ AR/VR ഹെഡ്സെറ്റ് അറിയപ്പെടുന്നത് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ ഈ ഒരു AR/VR ഹെഡ്സെറ്റിന് ഒരു ബാറ്ററി പാക്കും നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഈ ഒരു ബാറ്ററി ബാക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു ബാറ്ററി എന്തിനാണെന്ന് വെച്ചാൽ ഹെഡ്സെറ്റിലായിരിക്കില്ല അവർ ഇമ്പിൾഡ് കൊടുക്കുന്നത്. നമ്മുടെ DJIയുടെ ഒക്കെ ഡ്രോണുള്ള പോലെ നമുക്ക് ഹെഡ്സെറ്റും പിന്നെ ഒരു ബാറ്ററി പൗച്ചും ആയിരിക്കും ഉണ്ടാകുന്നത്. ഈ ബാറ്ററി പൗച്ച് നമുക്ക് അഡീഷണൽ തരുന്നതുകൊണ്ട് തന്നെ AR/VR ഹെഡ്സെറ്റിൻ്റെ വെയിറ്റ് മാക്സിമം ആപ്പിളിന് കുറക്കാൻ പറ്റും. പിന്നെ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ ഷേപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു കർവ്ഡ് ഷേപ്പിലാണ് ഈ ഒരു ഹെഡ്സെറ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ബെൻഡ് ചെയ്തിട്ടുള്ള മദർ ബോർഡ് ആപ്പിൾ ഇതിനു വേണ്ടി മാത്രമായിട്ട് റെഡിയാക്കി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ WWDC23 ജൂൺ 5 എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഫുൾ ക്ലിയർ പിക്ചർ ഈ ഒരു വീഡിയോ കൂടെ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാൻ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട്
മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലിലൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Xavier signing from Evika.